അന്നത്തെ സെഷൻ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഭയങ്കരം എന്നുള്ള വാക്ക് നെഗറ്റീവാണ്. ഓക്കെ. ഭയങ്കരം എന്ന് പറയുന്നത് ഭയം ഉണ്ടാക്കുന്നത് എന്നാണ് അർത്ഥം. അന്നത്തെ സെഷൻ ഭയങ്കരമായിരുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ സെഷൻ ഭയം ജനിപ്പിക്കുന്നതാണ് എന്നാണ് അർത്ഥം. ഭയങ്കരം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ശങ്കരം എന്നാണ്. ശങ്കരം എന്ന് പറഞ്ഞാൽ നന്മ നേരുന്നത് എന്നാണ് അർത്ഥം. ഭയങ്കരം ശങ്കരം. മഴ ശങ്കര മഴയായിരുന്നു എന്നാ പറയേണ്ടത്. ആ മഴയത്ത് കുറെ പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴയായിരുന്നു. ഭയം ജനിപ്പിക്കുന്ന മഴ. ഇങ്ങനെ ഒരുപാട് ഒരു ട്രാൻസിഷൻ എനിക്ക് മലയാളത്തിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഐ തിങ്ക് അതുകൊണ്ട് തന്നെ കുറെ വാക്കുകൾ ഞങ്ങൾ മാറി ഉപയോഗിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അതില് എനിക്കുണ്ടായ കുറച്ച് ഭയങ്ങൾ, ഓഫ്കോഴ്സ് ഒരു സെഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ചില കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ചെറിയൊരു ഡിസ്കംഫേർട്ട്സ് എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ഡോക്ടറോട് സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വന്നിട്ട് ഞാൻ എന്റെ കോളേജിന് വേണ്ടിയിട്ടുള്ള കോളേജ് കാര്യങ്ങള്, അതിന്റെ ലാബ് വർക്ക്, റെക്കോർഡ്, അങ്ങനത്തെ കാര്യങ്ങളും ഗേറ്റിനുള്ളൊരു പഠിച്ചു. ഇത് 2 വർക്ക് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. 2 ആക്ടിവിറ്റീസ് മാത്രമാണ് എന്റെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടായിരുന്നത്. ഡോക്ടറോട് സംസാരിച്ച പിന്നെ ഞാൻ കുറച്ചും കൂടി ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഏതിനെ ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യണം, ഏതിനെ അവസാനം പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയാണ്ട് പോയി. അല്ല, പ്രയോറിറ്റി നമ്മളല്ല കൽപ്പിക്കേണ്ടത്. പ്രയോറിറ്റി നമ്മൾ കൽപ്പിക്കാന്ന് പറഞ്ഞാൽ രാവിലെ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. പക്ഷെ അതിനേക്കാളും മുമ്പ് ഒരു ആക്സിഡന്റ് വന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യണം എന്ന് വിചാരിക്കും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഹെൽപ്പ് ചെയ്യാന്ന് പറയാൻ പറ്റും. അപ്പോൾ ഓരോ ഡേ ടു ഡേ അഫെയറും ഓരോ സമയവും ഓരോ ഡിമാൻഡിങ് അനുസരിച്ചിട്ടാണ് പ്രയോറിറ്റി ചെയ്യുക. ഇപ്പൊ ഇന്നൊരു എക്സാമിനേഷൻ ഉണ്ട്, എന്റെ അക്കാഡമിക്സിനാണ് പ്രയോറിറ്റി, ബാക്കിയെല്ലാം സസ്പെൻഡ് ചെയ്യും. എന്ന് വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് സസ്പെൻഡ് ചെയ്യും? അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ചെയ്യണം. അത് മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് ശരീരം, പിന്നെ മനസ്സ്. ശരീരവും മനസ്സും പെർഫെക്റ്റ് ആണെങ്കിലേ ബാക്കിയെല്ലാം അബ്സോർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് രണ്ടും ക്ലീൻ ആണെങ്കിൽ ബാക്കി എല്ലാത്തിനും സമയം കണ്ടെത്താം. അപ്പോൾ പ്രയോറിറ്റി എന്ന് പറഞ്ഞ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതല്ല ടൈം ടേബിൾ. ഓരോരാളുടെ പ്രയോറിറ്റിയും ഡിഫറെൻ്റ് ആണ്. അതും പാരലലായിട്ട് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റുന്ന കുറേ പ്രോസസ്സുകളും സമയവും ഒക്കെ ഉണ്ട് മനുഷ്യന്. എനിക്കുള്ള ഒരു 2 ബേസിക് ഡൗട്ട് വന്നിട്ട്, ഇപ്പോ നമുക്കുള്ള സ്ട്രെസ്സിന് ഞാൻ ഡോക്ടറിന്റെ ഒരു തോട്ട്സ് കണ്ടിട്ടുണ്ട്. സ്ട്രെസ്സിനെ കുറിച്ചും ഡിസ്ട്രെസ്സിനെ കുറിച്ചും ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഒരു 1.5 മിനിറ്റ്സിന്റെ ഒരു തോട്ട്സ് ആണത്. അപ്പോ ഒരു ഇമോഷന് എങ്ങനെയാണ് സ്ട്രെസ്സിന് ചില സമയം നമ്മൾ ഡിസ്ട്രെസ് ആയിട്ടും ഡിസ്ട്രെസ്സിന് തിരിച്ചറിയാണ്ടും പോണ സിറ്റുവേഷൻസ് വരാറുണ്ട്. നോർമലി എടുക്കുന്ന ഒരു ഇതൊന്നും ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഒരു മാനസികമായ വൈകല്യങ്ങളാണ്. അല്ലാതെ എനിക്കിപ്പം പറഞ്ഞു തരാനൊക്കെ എളുപ്പമായിരിക്കും. ഞാനും ഇതിലൊക്കെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ്. നമുക്കും ചില അപാകതകൾ പറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില ഡിമാൻഡ്സ് ഉണ്ടാവും. അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തപ്പോഴുള്ള സ്ട്രെസ് ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള സ്ട്രെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചെയ്യണം തോന്നാത്തത് ചെയ്യുമ്പോഴുണ്ടാവുന്ന സ്ട്രെസ് ഉണ്ടാവും. എനിക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടി വരും, അതും എനിക്ക് സ്ട്രെസ് ഉണ്ടാവും. ഓക്കെ, ഇതിനെയൊക്കെ കോപ്പപ്പ് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് ജീവിതം എന്ന് പറയുന്നത് ഓരോ മൊമെന്റും ഞാൻ എൻജോയ് ചെയ്യാണ്. ഇന്ന് കുറെ കഷ്ടപ്പെട്ടിട്ട് നാളെ എൻജോയ് ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇന്ന് പഠിക്കുക എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പണിയാണ്. എന്നിട്ട് ജോലി കിട്ടിയിട്ട് എൻജോയ് ചെയ്യണം എന്ന് വിചാരിക്കും. ആ ജോലി കിട്ടുമ്പോഴും അതേപോലെ തന്നെ ഈ സ്ട്രെസ് എടുത്തിട്ട് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്യാന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരു ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അത് ഒലയായാലും ഊബർ ആയാലും അതെനിക്ക് സ്ട്രെസ്സാണ്. ഞാൻ കാശ് കൊടുക്കണ്ടല്ലോ, അയാൾക്ക് വെയിറ്റിംഗ് ചാർജ് കൊടുത്ത നോ, ബട്ട് ദാറ്റ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഇപ്പം ഞാൻ 7 മണിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ മാറ്റിവെച്ച് ഞാൻ ഓടിപ്പടച്ച്
ആണ് ഇവിടെ വന്നിരുന്നിട്ട് 7 മണിക്ക് മുമ്പ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഉം, അത് കഴിഞ്ഞ് 2 മിനിറ്റ് ലേറ്റ് ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ കാരണം നിങ്ങൾക്കത് ഹാബിറ്റിന്റെ ഭാഗമാണ്. ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു മീറ്റ് ഉണ്ടെങ്കിൽ ഇല്ല. 10 മിനിറ്റ് മുമ്പ് വെയിറ്റ് ചെയ്യും. ഉം, ഞാൻ ബാക്കിയുള്ളവരുടെ ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഷെഡ്യൂൾ ഉണ്ടാക്കണ്ടല്ലോ, കുറെ പേരോട് സംസാരിക്കുന്നില്ലേ, അതിൽ എത്ര പേര് ഞാൻ പറഞ്ഞ സമയത്ത് ചേരാത്തത് കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തു പോയി, ഓ ഞാൻ ഇപ്പൊ പുറത്താ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുക ആൾക്കാരുണ്ടെന്നറിയോ. പക്ഷെ ഞാൻ എന്നാലും എൻ്റെ ഒരു അത് സ്ട്രെസ് ആയാലും ഞാനത് ചെയ്യും. ഉം, അത് എൻ്റെ ഒരു ഹാബിറ്റിന്റെ ഭാഗമാണ്. ചിലർ അങ്ങനെയല്ല, ചിലർ വളരെ കാഷ്വൽ ആണ്. ആള് വെയിറ്റ് ചെയ്യട്ടെ, ഇപ്പൊ എന്താ കുഴപ്പം. ഇപ്പൊ 9 മണിക്ക് ഓഫീസിൽ പോവാന്നുള്ളത് എൻ്റെ ഒരു ഡിസിപ്ലിനാണ്. അതെനിക്ക് സ്ട്രെസ്സാണ്. ഉം, 9 മണിക്ക് എത്തിയില്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമായതുകൊണ്ട് ഞാൻ 8:45 ഓഫീസിലെത്തും എപ്പോഴും. ഉം, അതേ സമയത്ത് ചില ആൾക്കാരുണ്ട് വളരെ ഹൈ പൊസിഷനിലാണ്, അവരാണ് റോൾ മോഡൽ ആവേണ്ടത്. എന്നാലും 10 മണിയാവുമ്പോഴും ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പതുക്കെ അവരുടേതായ ആക്ടിവിറ്റികളൊക്കെ കഴിഞ്ഞ് പോകും. ഇതൊക്കെ ഓരോരാളുടെ ഹാബിറ്റിന്റെ ഭാഗമാണ്. അനാവശ്യമായിട്ട് സ്ട്രെസ് കയറ്റിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ എൻ്റെ ഡിസിപ്ലിൻ എനിക്കൊരു സ്ട്രെസ്സാണ്, എൻ്റെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ എനിക്കൊരു സ്ട്രെസ്സാണ്. ഓക്കെ, ഓരോരാളും ഓരോ തരത്തിലാണ് സ്ട്രെസ് ഏറ്റെടുക്കുക. ഇപ്പൊ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമല്ല, കാരണം ഒരു പൊളിറ്റീഷ്യൻ ആണെന്ന് വിചാരിക്കുക, അയാൾക്ക് ടൈമിൽ ഒരു സ്ഥലത്ത് പോകണം എന്നുള്ള അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് വരില്ല. പക്ഷെ അങ്ങനെ അല്ല പ്രൈം മിനിസ്റ്റർ അടക്കം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അയാൾക്ക് വളരെ ഡിസിപ്ലിൻഡ് ആണ്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല, വളരെ കൃത്യനിഷ്ഠയോടുകൂടി എത്തും. ഓക്കെ, അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നതും നമ്മുടെ വാല്യൂ സിസ്റ്റം, നമ്മുടെ ഗോള്, നമ്മുടെ റോള്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത്. അനാവശ്യമായിട്ട് ഇപ്പൊ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് സ്ട്രെസ് ഉണ്ടാക്കി ബാക്കിയുള്ളവർക്ക് സ്ട്രെസ് കൊടുക്കുക എന്നുള്ളത് ചിലരുടെ വലിയൊരു എൻജോയ്മെന്റും. എൻ്റെ പ്രശ്നങ്ങളൊക്കെ ബാക്കിയുള്ളവരോട് പറയാം. ഇപ്പൊ എനിക്ക് വല്ലാണ്ട് വേദനയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ നിങ്ങളോട് പറയാം. അത് അവർക്കൊരു എൻജോയ്മെന്റ് ആണ്. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറയേണ്ടത്, എനിക്ക് രോഗമാണെങ്കിൽ ഞാൻ ഡോക്ടറെ അടുത്ത് പറയണം. എൻ്റെ മാനസിക പ്രശ്നം ഞാൻ പറയേണ്ടത് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നവരോടാണ്, അത് മനസ്സിലാക്കാൻ പറ്റുന്നവരാണ്. ഇപ്പൊ ഞാനിപ്പോ കുറേ ആളുടെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ ചിലര് നമ്മളോട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയും, നമ്മൾ അവരോട് അവർക്ക് ആ ഒരു അസുഖമാണെന്ന് നമുക്കറിയാം, പക്ഷെ അസുഖമാണെന്ന് അവരോട് പറയാൻ പാടില്ല. നമ്മൾ എമ്പതി കാണിക്കും, സിമ്പതി കാണിക്കും, അതില് നല്ല പോലെ നമ്മൾ ഇൻവോൾവഡ് ആണെന്ന് കാണിക്കും. പക്ഷെ അത് നിങ്ങളുടെ ഒരു അസുഖമാണ്, അത് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടതാണെന്ന് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അടിച്ചു പോകും. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായ ഒരു സ്ട്രെസ് ഉണ്ട്, മനസ്സിലായി. അപ്പോൾ എല്ലാത്തിനും, എല്ലാ ജോലിക്കും, ഓരോ ചെറിയ ചെറിയ സംഭവങ്ങൾക്കും, ഒരമ്മയ്ക്ക് മക്കളെ കുറിച്ചുള്ള സ്ട്രെസ്, വൈകി വരുമ്പോഴുണ്ടാകുന്ന മകള് വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ അമ്മക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്, അത് വേണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം വെച്ചാൽ അവരങ്ങനെയാണ്, അവരുടെ മേക്കപ്പ് അങ്ങനെയാണ്. അതേസമയത്ത് അവർ അമേരിക്കയിലാ ജനിച്ചിട്ടുണ്ടെങ്കിലോ അവര് സാധാരണ അവരവരുടെ എല്ലാവരും തോന്നിടത്ത് പോകും, തോന്നിടത്ത് വരും, പറഞ്ഞിട്ടേ പോകുള്ളൂ എന്നൊന്നുമില്ല. ഇത്ര സമയത്ത് വരും എന്ന് പറഞ്ഞാൽ അത്ര സമയത്ത് വരണം എന്നില്ല. അത് കൾച്ചറിന്റെ ഭാഗമാണ്, നമ്മുടെ സിറ്റുവേഷന്റെ ഭാഗമാണ്, കൾച്ചറിന്റെ ഭാഗമാണ്, നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. ചിലർക്ക് ഇതിനൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റും, ചിലർക്ക് ഇതിനൊക്കെ മാറ്റിമറിക്കാൻ പറ്റും. ചിലർ അമ്മ സ്ട്രെസ് ഉണ്ടെങ്കിലും കാണിച്ചു പോകരുത്, കാണിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും പ്രശ്നം ഉണ്ടാക്കും വീട്ടിൽ. അപ്പൊ അമ്മ സ്ട്രെസ് ഉണ്ടെങ്കിലും പറയാണ്ടിരിക്കും, അത് വേറെ ആരോടെങ്കിലും പറയും. ഇപ്പൊ ചിലപ്പോൾ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന, പറയാൻ പറ്റുന്ന സിറ്റുവേഷനും പറയാൻ പറ്റാത്ത സിറ്റുവേഷനും ഉണ്ട്. ആ പറയാൻ പറ്റുന്നതാണെങ്കിൽ ചിലപ്പോൾ കുറവ് കിട്ടിയെന്ന് വരും, അത് പറയാൻ പറ്റാത്തതും എന്ത് ചെയ്യും, അത് കൊണ്ടു നടക്കും. ഇതൊക്കെ ഓരോരാൾക്കും ഓരോ സിറ്റുവേഷനിലും ഡിഫറെന്റ് ആണ്. മാനസികമായ ആരോഗ്യമില്ലായ്മയാണ് ഇതിന്റെയൊക്കെ കാരണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളതും ഒരു മാനസികമായ ഒരു പ്രശ്നമാണ് ഡിസിപ്ലിൻ എന്നുള്ളത്. ഓവർ ഡിസിപ്ലിൻ ചിലപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കും. ഓരോരാൾക്കും വ്യത്യാസമുണ്ടാവും. ഓക്കെ, അപ്പൊ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ചില ആഘാതങ്ങൾ ഒരു ലിമിറ്റ് വെച്ചിട്ടൊക്കെ ആണെങ്കിൽ കറക്റ്റ്. ഈ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴാ കൈവിട്ട് പോവുക, എപ്പോഴാ അടിച്ചു പോവുക, എപ്പോഴാ തെറിച്ചു പോവുക, എപ്പോഴാ റിവേർട്ട് ചെയ്യുക, എപ്പോഴാ അനാവശ്യമായിട്ട് ചിന്തിക്കുക എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല.
പക്ഷെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് വേവലാതിപ്പെടാൻ ഒരു കാരണം നമുക്ക് അതിനേക്കാളും വലിയ കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട്. ഇപ്പൊ പ്രൈം മിനിസ്റ്റർക്ക് രാവിലെ പിന്നെ വൈഫിനോട് അടിപിടി കൂടിയിട്ട് ജീവിക്കാൻ പറ്റും? അയാൾക്ക് അതിനേക്കാളും വലിയ കാര്യമുണ്ട്. അപ്പൊ ചിലപ്പോൾ ഇഗ്നോർ ചെയ്യും. അപ്പൊ അവര് സഫർ ചെയ്യായിരിക്കും, പക്ഷെ ഹി ഡസൻ മൈൻഡ്.